എല്ലാവരും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. ക്ഷീണമൊന്നുമില്ല, ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്കൂടെ നല്ലൊരു പായസം ഒക്കെ കഴിച്ചു. എന്ത് പായസം ഉണ്ടാക്കിയത്? അപ്പൊ ഇന്ന് നമ്മുടെ ഹെൽത്തി കിച്ചണിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? വൈറ്റ് ഫുഡ്സ് ആണ്. വൈറ്റ് ഫുഡ്സ് എന്തൊക്കെയാണെന്നറിയോ? കുറച്ച് വൈറ്റ് ഫുഡ്സിന്റെ പേര് പറഞ്ഞേ. മിൽക്ക്, ബനാന, ബാക്കിയുള്ളത് പറ. എരിവുള്ള എന്തെങ്കിലുമൊക്കെ പറ. ഡെയിലി സോൾട്ടോ? സോൾട്ട് ഫുഡ് അല്ലല്ലോ, സീസണിങ് അല്ലേ. വെളുത്തുള്ളി, ഗാർലിക്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കോ? എന്തൊക്കെ കളറില് വെജിറ്റബിൾസ് ഉണ്ട്? ഓറഞ്ച്, റെഡ്, ഗ്രീൻ, യെല്ലോ, വയലറ്റ് അല്ലേ? അപ്പൊ ഈ 5 കളേഴ്സ് കൂടി കഴിഞ്ഞാൽ എന്താ കളറ്? ഞാൻ അവിയൽ പറഞ്ഞു. ഓ എന്റെ ലക്ഷ്യപ്രിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഹെൽത്തി കുക്കിങ്ങില് വൈറ്റ് ഫുഡ്സ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ ഇവിടെ ഇരിക്കുന്നതും വൈറ്റ് ഫുഡ്സിൽ പെടും. പാല്, തൈര് എല്ലാം പെടും. പഴം. ഫ്രൂട്ട്സിൽ ഏതൊക്കെ ഉണ്ട്? വെളുത്ത ഫ്രൂട്ട്സ്. ബനാന എല്ലാവർക്കും ഇഷ്ടമാണോ? ബനാനയിൽ എന്താ ന്യൂട്രിയന്റ് ഏറ്റവും അധികം ഉള്ളതെന്ന് അറിയോ? എനർജി. പിന്നെ വെരി ഗുഡ്. ഷുഗർ ഇല്ലേ ബനാനയില്? പിന്നെ ബനാന കഴിക്കുമ്പോ നല്ല മധുരാണല്ലോ വരുന്നത്. തന്നെയാണ് അവൻ പറഞ്ഞത് എനർജി. ഓ എന്റെ അമ്മേ, ഷുഗർ കഴിച്ചാലാണ് എനർജി കിട്ടുക അല്ലേ? അപ്പൊ ബനാനയില് ഏറ്റവും അധികം ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കൂടാതെ അതിൽ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻസ് മെയിൻ ആയിട്ടും ബി വൈറ്റമിൻ ആണുള്ളത്. ഓക്കെ. ആൻഡ് മിനറൽസ് കോപ്പർ, മെഗ്നീഷ്യം, മാംഗനീസ്. പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ബോണിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള വൈറ്റമിൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ബ്ലഡ് ഫോർമേഷൻ, നല്ല ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ നല്ലോണം ഹിമോഗ്ലോബിൻ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള മിനറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാൽ എത്ര പേര് കഴിക്കാറുണ്ട്? പാൽ തന്നെ കുടിക്കാറുണ്ടോ? അപ്പൊ ഇവരെന്താ കഴിക്കുന്നില്ലേ? പാല് കഴിക്കുന്നില്ല? അയ്യോ, ഞാൻ ഇങ്ങനത്തെ പാൽ കുടിക്കത്തില്ല. പിന്നെ എങ്ങനത്തെ പാലാ കുടിക്കുന്നത്? ഹോർലിക്സ്, ബോൺവിറ്റ. അപ്പൊ പാലും ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്താലോ? മിൽക്ക് ഷേക്സ് ഇഷ്ടമാണോ? ഓക്കെ. അപ്പൊ എല്ലാവരും വൈകുന്നേരം കളിക്കാനൊക്കെ പോവോ? കളി കഴിഞ്ഞു വന്നാൽ എന്താ കഴിക്കുക? അത് നമ്മളെപ്പോഴും നല്ല എനർജി റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കഴിക്കണം. അപ്പോൾ ആൻറ്റി ഇന്നിവിടെ കാണിച്ചു തരാൻ പോണത് വളരെ ഹെൽത്തിയും എനർജി ഒരുപാട് നൽകുന്ന ഒരു ഡ്രിങ്ക് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ട സാധനങ്ങൾ: പാല്. 4 ആൾക്ക് 4 ഗ്ലാസ് എടുത്തുണ്ട്. എന്നെ ഒരിക്കലും കൂട്ടാറില്ലല്ലേ കൂട്ടത്തില്? ലക്ഷ്മി പ്രിയക്ക് തൈര്. നീ എന്റെ കണ്ണ് നനയിച്ചു. പിന്നെ പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് നിന്ന് നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം. ഇതെന്താ? ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ്. ഓക്കെ. പഴം. എന്ത് പഴാണിത്? ഞാലിപ്പൂവൻ. പിന്നെ ഹണി. അപ്പൊ നമ്മളിവിടെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പഴമൊക്കെ ആദ്യം കട്ട് ചെയ്തിടാം. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. മിക്സി അടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിതിലോട്ട് തൈരിടാം. അല്ല, ഈ പാലും തൈരും ഒരുമിച്ച് ഒഴിക്കുമ്പോ അത് പിരിയില്ല. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ. പിന്നെ ഹണി. 4 ടേബിൾ സ്പൂൺ ഹണി. എല്ലാവർക്കും തികയണ്ടേ? ഇന്ന് മൊത്തത്തിലൊരു മധുരമയാണല്ലേ? നിങ്ങളും ഷെഫ് അങ്കിളും നീരജാൻഡിയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒക്കെ മധുരമാണ്. ആദ്യം തുടങ്ങുമ്പോ എപ്പോഴും മധുരത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിക്കാം. ഇനി നമ്മള് ഇതിലോട്ട് ബിസ്ക്കറ്റ്. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഒരുപാട് ബിസ്ക്കറ്റ് ഇട്ടാ കുറുകി പോവും അല്ലേ? വേണ്ട.
പറഞ്ഞു പോവാണൊന്ന്. മധുരം മതിയോ? ഇതിലൂടെ തേൻ വേണമെങ്കിൽ ഒഴിക്കാം. മതിയോ? നമുക്ക് ഇച്ചിരി ഐസ് ഇടാം. യെസ്. അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഹെൽത്തി ഡ്രിങ്ക് റെഡിയായി. ഹെൽത്തി ഡ്രിങ്കിന്റെ പേര് പറഞ്ഞില്ല. ബനാന സ്മൂതി. ബനാന സ്മൂതി. സ്മൂതി. ബനാനയിൽ ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്. പൊട്ടാഷ്യം ലെവൽ വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് ക്ഷീണം വരുമ്പോഴൊക്കെ എപ്പോഴും വിശർക്കുമ്പോൾ എന്താ അറിയോ, നമ്മുടെ ബോഡിയിൽ നിന്ന് ഏറ്റവും അധികം പോകുന്നത് സോഡിയവും പൊട്ടാഷ്യവും. ഇളനീര് വെള്ളം അതുപോലെ തന്നെ. ഇളനീര് വെള്ളത്തിൽ ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വല്ലാണ്ട് ക്ഷീണം, ഒരുപാട് സ്വെറ്റിയൊക്കെ ചെയ്യുമ്പം ഒന്നില്ലെങ്കിൽ പഴം കഴിക്കുക, അല്ലെങ്കിൽ ഇളനീര് വെള്ളം കുടിക്കുക. അപ്പം തന്നെ നമുക്ക് നല്ല ഫ്രഷ് ഫീലിംഗ് വരും. ഹലോ ഹലോ നിർത്തി പറ, ഇങ്ങനെയുണ്ട്. ഇഷ്ടായോ? സൂപ്പർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ വെയിലത്തോടി കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു എനർജി ഡ്രിങ്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ്. ഇതിൽ ധാരാളം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടിപ്സ് കണ്ടിട്ട് വേഗം തിരിച്ചു വരണം. അപ്പോ ഹെൽത്തി ടിപ്സിലേക്ക്. ഇന്നത്തെ ഹെൽത്തി കിച്ചണിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും സാധാരണ നമ്മൾ കഴിക്കുന്ന ബനാന, സാധാരണ റോബസ്റ്റ പഴം അല്ലെങ്കിൽ മൈസൂർ പഴം, ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ ആ ബനാനയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, എന്തൊക്കെ ഉണ്ട്, അതെങ്ങനെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽത്തി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ബനാനയിൽ ഏറ്റവും അധികമുള്ള ന്യൂട്രിയൻ്റാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഈ കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ ഫ്രക്ടോസ് ആണ് ഏറ്റവും അധികം ഉള്ളത്. അതായത് നമ്മുടെ എല്ലാ പഴങ്ങളിലും ഫ്രക്ടോസ് ഉണ്ട്, പക്ഷേ ബനാനയിൽ സൂക്രോസും ഉണ്ട്, ഫ്രക്ടോസും ഉണ്ട്. ഫ്രക്ടോസ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടാൻ അത് സഹായിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെനുവസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികൾ വൈകുന്നേരം എല്ലാ ദിവസവും പുറത്തു പോയി കളിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മയെ വിശക്കുന്നു, എനിക്ക് ക്ഷീണമാവുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചത്. പിന്നെ ബനാനയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരുപാട് വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്, കോപ്പർ, മാംഗനീസ്, മെഗ്നീഷ്യം. ഇതൊക്കെ കുട്ടികളുടെ എല്ല് വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ന്യൂട്രിയൻസ് ആണ്. പിന്നെ മുതിർന്നവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഹോർമോൺ ബാലൻസിങ് ഇഫക്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ വരുന്ന കാണുന്ന മിക്ക ക്യാൻസേഴ്സും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഹോർമോൺ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ബനാന വളരെയധികം സഹായിക്കും. പിന്നെയുള്ള പ്രധാനമായിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻറ്റ് പൊട്ടാഷ്യമാണ്. ഈ മിനറൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു ന്യൂട്രിയൻ്റാണ്. നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഫ്ലൂയിഡിലും, അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് പൊട്ടാഷ്യം. ഈ പൊട്ടാഷ്യം ഇല്ലെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഡിസ്ട്രെസ്, ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരാം. അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന.